നമസ്കാരം. ലോകം രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നൊരു കാലത്തെക്കുറിച്ചൊന്ന് ഓർത്തുനോക്കൂ. ഒരു വശത്ത് അമേരിക്കൻ ബ്ലോക്ക്, മറുവശത്ത് സോവിയറ്റ് യൂണിയൻ. ഈ രണ്ട് വൻശക്തികൾക്കിടയിൽപ്പെട്ട് ശരിക്കും ശ്വാസം മുട്ടുകയായിരുന്നു അന്നത്തെ ലോകം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ ഒരു പുതിയ സ്വതന്ത്ര രാജ്യത്തിന്റെ തലവനാണ്. ഒന്നുകിൽ അമേരിക്കയുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കൂടെ. നിങ്ങളുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ട്. നിങ്ങൾ എന്തു ചെയ്യും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത്. അതെ, ചേരിചേരാ പ്രസ്ഥാനം. ആ രണ്ട് വൻശക്തികളുടെയും മുഖത്തു നോക്കി, ക്ഷമിക്കണം, ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്തില്ല എന്ന് ധൈര്യമായി പറഞ്ഞ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ. അവരുടെ ആശയം വളരെ സിമ്പിളായിരുന്നു: ആരുടെയും പക്ഷം പിടിക്കാതെ ലോകത്തിനു മുന്നിൽ സ്വന്തമായൊരു വഴി കണ്ടെത്തുക. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. വെറുമൊരു ആശയം, അതെങ്ങനെയാണ് ഇത്രയും വലിയൊരു ലോകപ്രസ്ഥാനമായി മാറിയത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോകണം, നേരെ 1950കളിലേക്ക്. 1950കളിലെ ലോക സാഹചര്യമൊന്ന് നോക്കൂ. ഒരു വശത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു തണുത്ത യുദ്ധം, ഒരു ശീതയുദ്ധം. മറുവശത്തോ ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ നൂറുകണക്കിന് വർഷത്തെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ പുതിയ രാജ്യങ്ങൾ. അവർക്ക് വീണ്ടും പോയി വേറൊരാളുടെ പക്ഷം ചേരാൻ ഒരു താൽപ്പര്യവുമുണ്ടായിരുന്നില്ല, അല്ലേ? ആ ഒരു ചിന്തയിൽ നിന്നാണ് ചേരിചേരേണ്ട എന്ന ആശയത്തിന് ജീവൻ വെക്കുന്നത്. പക്ഷേ ഏതൊരു വലിയ ആശയത്തിനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചില ആളുകൾ വേണമല്ലോ. അതിന് ഒരു മുഖം വേണം, കരുത്തുള്ള നേതാക്കൾ വേണം. അങ്ങനെയാണ് ലോകചരിത്രത്തിലെ 5 പ്രമുഖരായ നേതാക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് വരുന്നത്. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു, യൂഗോസ്ലാവിയയിൽ നിന്ന് ടിറ്റോ, ഈജിപ്തിൽ നിന്ന് നാസർ, ഇന്തോനേഷ്യയിൽ നിന്ന് സുകർണോ, പിന്നെ ഘാനയിൽ നിന്ന് എൻക്രോമ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഈ 5 പേരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ നെടുംതൂണുകളായി മാറിയത്. പല രാജ്യങ്ങൾ, പല സംസ്കാരങ്ങൾ, പക്ഷേ അവരെയെല്ലാം ഒന്നിപ്പിച്ചത് ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം? വളരെ വ്യക്തമായിരുന്നു. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ നോക്കി ഒരു വിദേശ നയമുണ്ടാക്കുക, സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക, ഓരോ രാജ്യത്തിന്റെയും പരമാധികാരത്തെ ബഹുമാനിക്കുക. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രസ്ഥാനത്തിന്റെ യാത്രയെ നമുക്ക് ഒരു 4 ഘട്ടങ്ങളായിട്ട് കാണാം. ആദ്യം അതിന്റെ ജനനം, ആ രൂപീകരണ കാലഘട്ടം. പിന്നെ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ 1/3 രാജ്യങ്ങളുടെ ശബ്ദമായി മാറിയ അതിന്റെ സുവർണകാലം. പക്ഷേ 1991-ൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ കാര്യങ്ങൾ മാറി. പ്രസ്ഥാനം ഒരു വലിയ പ്രതിസന്ധിയിലായി. ഇനിയിപ്പോൾ ഇതിനെന്ത് പ്രസക്തി എന്ന ചോദ്യം വരെ വന്നു. ഒടുവിൽ പുതിയ ലോകത്തിനനുസരിച്ച് പുതിയ ലക്ഷ്യങ്ങളുമായി അത് സ്വയം ഒന്ന് റീഇൻവെന്റ് ചെയ്തു. അതെ, ആ പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായി നോക്കാം. സോവിയറ്റ് യൂണിയന്റെ പതനം എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തത്? കാരണം ശരിക്കും വളരെ ലളിതമാണ്. എന്നെയും എന്തിനായിരുന്നു? 2 വൻശക്തികൾക്കിടയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ, ശരിയല്ലേ? പക്ഷേ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടെ ആ ബാലൻസ് അങ്ങ് പോയി. ലോകം അമേരിക്ക മാത്രം ഭരിക്കുന്ന ഒരു യൂണിപോളാർ വേൾഡായി മാറി. അപ്പോൾ പിന്നെ 2 ചേരിയില്ലാത്ത ഒരിടത്ത് ചേരിചേരായ്മയ്ക്ക് എന്ത് പ്രസക്തി? അതായിരുന്നു പ്രധാന ചോദ്യം. ശീതയുദ്ധം അവസാനിച്ചത് ഒരു കാരണം മാത്രം. വേറെയുമുണ്ടായിരുന്നു പ്രശ്നങ്ങൾ. അംഗരാജ്യങ്ങൾക്കിടയിൽ തന്നെ യുദ്ധങ്ങളുണ്ടായി. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം, ഇറാൻ-ഇറാഖ് യുദ്ധം, ഇതൊക്കെ പ്രസ്ഥാനത്തെ ഉള്ളിൽ നിന്ന് ദുർബലമാക്കി. പോരാത്തതിന് പല രാജ്യങ്ങളും സാമ്പത്തിക കാര്യങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കാൻ തുടങ്ങി. പിന്നെ യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ പോലെയുള്ള പുതിയ പ്രാദേശിക കൂട്ടായ്മകൾ വന്നതും നാമിന്റെ പ്രസക്തി കുറച്ചു. പക്ഷേ അവിടെയൊന്നും നാം തകർന്നുപോയില്ല. ആ പ്രതിസന്ധിയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അത് പതിയെ ഉയർത്തെഴുന്നേറ്റു. 21ാം നൂറ്റാണ്ടിൽ ഈ പുതിയ ലോകത്ത് അത് തങ്ങൾക്കായി പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തി. ഇന്ന് നാമിന്റെ ഫോക്കസ് ശീതയുദ്ധത്തിലോ സൈനിക സഖ്യങ്ങളിലോ അല്ല, മറിച്ച് സാമ്പത്തിക നീതി, കാലാവസ്ഥാ വ്യതിയാനം, വികസ്വര രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അതായത് ഒരൊറ്റ രാജ്യത്തിന്റെ കയ്യിലല്ല അധികാരം, പകരം പല ശക്തികേന്ദ്രങ്ങളുള്ള ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഐഡിയയുമുണ്ടോ ഇന്ന് എത്ര രാജ്യങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാണെന്ന്? 120 രാജ്യങ്ങൾ. ആലോചിച്ചു നോക്കൂ, 120. അതിന്റെ വലുപ്പം മനസ്സിലാകണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലെ 60% രാജ്യങ്ങളും നാമിൽ അംഗങ്ങളാണ്. എന്നുവെച്ചാൽ UN കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന ഇന്നും ചേരിചേര പ്രസ്ഥാനം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ശീതയുദ്ധത്തിന്റെ കാലത്ത് തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന് ഈ 21ാം നൂറ്റാണ്ടിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അതിന്റെ ഉത്തരം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അതിന്റെ അടിസ്ഥാന തത്വം തന്നെ ഇന്ന് മാറിയിരിക്കുന്നു.
ഇതാണ് ഒരുപക്ഷേ ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പണ്ട് നോൺ അലൈൻമെന്റ് അഥവാ ചേരിചേരാതിരിക്കുക എന്നതായിരുന്നെങ്കിൽ ഇന്നത് മൾട്ടി അലൈൻമെന്റ് അഥവാ ബഹുചേരി എന്നതിലേക്ക് മാറിയിരിക്കുന്നു. അതായത് പല പക്ഷങ്ങളുമായി ഒരേ സമയം സഹകരിക്കുക. ഇതൊരു ചെറിയ മാറ്റമല്ല, വലിയൊരു മാറ്റമാണ്. ഈ പുതിയ ആശയത്തെ നമുക്ക് സ്ട്രാറ്റജിക് ഓട്ടോണമി അല്ലെങ്കിൽ തന്ത്രപരമായ സ്വയംഭരണാവകാശമെന്ന് പറയാം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. നോക്കൂ, ഇന്ത്യ അമേരിക്ക നേതൃത്വം നൽകുന്ന ക്വാഡിലുണ്ട്. അതേസമയം തന്നെ ചൈനയും റഷ്യയുമുള്ള ബ്രിക്സിലും അംഗമാണ്. ഇതിനെല്ലാം ഒപ്പം ചേരിചേരാ പ്രസ്ഥാനത്തിലും തുടരുന്നു. കണ്ടില്ലേ? ഇതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. സ്വന്തം താൽപ്പര്യമനുസരിച്ച് പലരുമായും സഹകരിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ആശയം ഇതാണ്: വിഷയം ആരുടെയും പക്ഷം ചേരാതിരിക്കുന്നതല്ല, മറിച്ച് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ നമ്മുടെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ആരുമായും സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുക എന്നതാണ്. അപ്പോൾ ഈ പുതിയ ലോകത്ത് അമേരിക്ക, ചൈന, റഷ്യ പോലെ പല ശക്തികേന്ദ്രങ്ങളുണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന് സ്വന്തമായി ഒരു നിലപാടെടുക്കാനും സ്വതന്ത്രമായി മുന്നോട്ടു പോകാനുമുള്ള ഈ കഴിവ് എന്നത്തേക്കാളും പ്രധാനമല്ലേ? ഈ ഒരു ചോദ്യത്തോടെ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി.